എല്ലാവർക്കും ഹൃദ്യമായ ആശംസകൾ. ഇന്ന് മാർച്ച് 8 പ്രവാസി ലീഗിന്റെ സ്ഥാപക ദിനമാണ്. ഈ സുദിനത്തിൽ എല്ലാ പ്രവാസികൾക്കും ഹൃദ്യമായ ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. ശ്രദ്ധിക്കുക, ഇനി നമ്മളോടൊപ്പം പ്രവാസി ലീഗ് നായകർ കേരള പ്രവാസി ലീഗ് എന്ന സംഘടന അതിന്റെ 11ാമത് വാർഷികാഘോഷം സംഘടിപ്പിക്കുകയാണ്. ഈ സംഘടന കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പ്രവാസികളുടെ ഏറ്റവും വലിയ സംഘടനയായി കേരള പ്രവാസി ലീഗ് എന്ന സംഘടനയ്ക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനപൂർവ്വമാണ് ഞങ്ങൾ അറിയിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ വർഷങ്ങളോളം ജോലി ചെയ്ത് മടങ്ങി വന്ന പ്രവാസികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുക, അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് കേരള പ്രവാസി ലീഗ് എന്ന സംഘടന രൂപീകൃതമായത്. ഈ കഴിഞ്ഞ കാലത്തിനിടയിൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് ഇടപെട്ടുകൊണ്ട് വളരെ വലിയ കാര്യങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി സംഘടനയ്ക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സംഘടന ഏറ്റവും വലിയ സംഘടനയായി മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം. വർഷങ്ങളോളം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ട് സ്വന്തം ആരോഗ്യവും നല്ല കാലവും മുഴുവനും നാടിനു വേണ്ടി, കുടുംബത്തിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി ചെലവഴിച്ച് രോഗബാധിതനായി അല്ലെങ്കിൽ ജോലിയില്ലാതെ നാട്ടിലേക്ക് മടങ്ങി വരുന്ന പ്രവാസികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ രൂപം കൊടുത്ത പ്രവാസി ലീഗ് എന്ന സംഘടന ഇന്ന് ജനങ്ങൾ അതിനെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. 1965കളിലാണ് വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ മലയാളികൾ ഒരുമിച്ച് കൂട്ടത്തോടെ പോകാൻ ആരംഭിച്ചത്. ഇതുവരെ കേരളത്തിലുണ്ടായിരുന്ന സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ, ഇവിടെയുള്ള പട്ടിണി, അതെങ്ങനെയെങ്കിലും ഏത് ലോകത്ത് പോയാലും ഏത് രാജ്യത്ത് പോയാലും അതിനെ പരിഹരിക്കുക, അതിനൊരു പരിഹാരം കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വലിയ വലിയ വിദ്യാഭ്യാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ സാധാരണക്കാരായ മലയാളികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ തുടങ്ങിയത്. ആരംഭകാലങ്ങളിൽ അത് കുവൈത്തായിരുന്നു, ബഹ്റൈൻ ആയിരുന്നു, മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളായിരുന്നു. പിന്നെ അതിനുശേഷം അത് UAE ആയി. അത് ഇപ്പൊ ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടക്കുന്നത് സൗദി അറേബ്യയിലേക്കാണ്. ഏകദേശം 30 ലക്ഷത്തോളം വരുന്ന മലയാളികൾ ഈ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവരയക്കുന്ന പണം കൊണ്ട് മാത്രമാണ് ഇന്ന് കേരളം പട്ടിണി കിടക്കാതെ പോകുന്നത് എന്ന് ആർക്കും നിസ്സംശയം പറയാൻ കഴിയും. ഒരു വർഷം 1 ലക്ഷത്തിലധികം കോടി രൂപയാണ് വിദേശ രാജ്യങ്ങളിൽ മലയാളികളുടെ സമ്പാദ്യമായി നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത്. ഈ പണം ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരിക്കും? പ്രവാസി മലയാളികൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വളരെ വലിയ രീതിയിൽ മാറ്റിമറിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വിദ്യാഭ്യാസ രീതി, ഇവിടുത്തെ ഭക്ഷണ രീതി, പാർപ്പിടത്തിന്റെ രീതി, ഇതിലൊക്കെ വളരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായത് വിദേശ രാജ്യങ്ങളിൽ നിന്നും മലയാളികൾ അവിടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വന്നത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ ഒരു അങ്ങാടികളിൽ പോവുകയാണെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നമ്മൾ എവിടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിലും വിദേശ മലയാളികളുടെ സംഭാവനകൾ നമുക്ക് അവിടെയൊക്കെ കാണാം. വലിയ വലിയ ഫാക്ടറികൾ ഇവിടെ ഉണ്ട്, ആശുപത്രികളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഏതൊരു മേഖലയിൽ നോക്കുകയാണെങ്കിലും വിദേശ മലയാളികളുടെ കൃത്യമായിട്ടുള്ള ഒരു കാൽവെപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു സീല് നമുക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. എല്ലാ തരത്തിലുള്ള പ്രവാസികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സംഘടന അടുത്ത മെയ് മാസങ്ങളിൽ 3, 4, 5 തീയതികളിൽ ഇതിന്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് വെച്ച് നടത്തുകയാണ്. ഈ സമ്മേളനം വളരെ ഗംഭീരമാക്കേണ്ടത് ചരിത്രത്തിന്റെ ഒരു അനിവാര്യതയാണ്. പ്രവാസി മലയാളികൾ ഇതിനുവേണ്ടി ശ്രമിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. നമ്മുടെ കൂട്ടായ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുക, ആ ചർച്ച ചെയ്തുകൊണ്ട് അധികാരികളുടെ മുമ്പിൽ നമ്മുടെ പ്രശ്നങ്ങൾ എത്തിക്കുക, നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ശരിക്കും നമ്മൾ പടപൊരുതിക്കൊണ്ട് ചോദിച്ചു വാങ്ങുക. അത് സമരം ചെയ്യണമെന്നുണ്ടെങ്കിൽ സമരം ചെയ്യുക.
ആ ചോദിച്ചു വാങ്ങേണ്ടത് നമ്മുടെ കേരളത്തിൻ്റെ പ്രധാനമായിട്ടൊരു കർത്തവ്യമാണ്. കാരണം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രവാസി മലയാളികൾ കോടിക്കണക്കിന് ഉറുപ്പിയാണ് വിദേശ നാണ്യം നേടിത്തരുന്നത്. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ എക്കോണമിയിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മടങ്ങി വരുന്ന പ്രവാസികളെ, പാവപ്പെട്ട ആൾക്കാരെ സംരക്ഷിക്കേണ്ടത് ഈ സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്, സർക്കാരിൻ്റെ കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ സർക്കാരിൻ്റെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. സ്വാഭാവികമായിട്ട് ഇതേപോലുള്ള സമ്മേളനങ്ങളിലാണ് നമ്മൾ ഇതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുക. ആ സമ്മേളനം വിജയിപ്പിക്കേണ്ടത് നമ്മളെല്ലാവരുടെയും കടമയാണ്. അതിന് ആത്മാർത്ഥമായിട്ട് നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ കോഴിക്കോട് നഗരിക്ക് ഒരു പുത്തൻ അനുഭവം കൂടി നൽകുന്നു. 2013 മെയ് 3, 4, 5 തീയതികളിൽ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ച് നടക്കുകയാണ്. വിദേശ നാടുകളിൽ ജീവിക്കാൻ വഴി തേടിപ്പോയി തിരിച്ചു വന്ന പ്രവാസികളുടെ അവകാശ രംഗത്ത് പോരാടി നേട്ടങ്ങൾ കൊയ്തെടുത്ത പ്രവാസി ലീഗിന്റെ സമ്മേളനമാണിത്. ഇത് പ്രവാസികളുടെ പ്രഥമ കൂട്ടായ്മയാണ്. നമ്മുടെ അവകാശങ്ങൾ ചോദിക്കാനും അവ നേടിയെടുക്കാനും ശക്തി നേടേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഈ സമ്മേളനം കൊണ്ട് ലക്ഷ്യം വെക്കുന്നതും അതാണ്. വിവിധ പരിപാടികളോടെ നടത്തുന്ന സമ്മേളനം വിജയിപ്പിക്കാൻ കർമ്മരംഗത്തിറങ്ങണമെന്ന് അപേക്ഷിക്കുന്നു. മാർച്ച് 8-നാണ് പ്രവാസി ലീഗിന്റെ 10 വർഷം കഴിയുന്ന പ്രവാസി ലീഗിന്റെ ഉത്ഭവ ദിവസം. മാർച്ച് 8-ന് 10 വയസ്സ് കഴിയുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു വലിയ സംഭവമാക്കി പ്രവാസി ലീഗിനെ കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ കഴിയും. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് പ്രവാസി ലീഗ് നിഷേധിക്കാൻ പറ്റാത്ത ഒരു വൻ ശക്തിയായി മാറിയിരിക്കുകയാണ്. പ്രവാസി ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രവാസി ലീഗിലുള്ള പ്രവാസികൾ എന്ന് പറയുന്നവർ വളരെ ബുദ്ധിമുട്ടി അധ്വാനിച്ച് ഗൾഫ് രാജ്യത്ത് പോയി, അതേപോലെ മറ്റു വിദേശ രാജ്യങ്ങളിലും ഒക്കെ തന്നെ പോയി എല്ലാ കൂട്ടായ്മകളും പഠിച്ചവരും എല്ലാ വിട്ടുവീഴ്ചയും പഠിച്ചവരും എല്ലാ വിധത്തിലും പെരുമാറാനും പഠിച്ചവരും ആണ്. ഒക്കെ തന്നെ വീട് വിട്ട് താമസിച്ചു നന്നായി ജനങ്ങളുമായി പെരുമാറേണ്ട കാര്യങ്ങളും അതെല്ലാം പഠിച്ച് എത്തിയവരാണ്. അവരൊരു കൂട്ടായ്മയാണ് പ്രവാസി ലീഗ് എന്ന് പറയുന്നത്. അതിൽ ഞങ്ങൾക്ക് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും അതിൽ സ്വീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും അതിൽ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഈ സ്ഥലത്താണ് പ്രവാസി ലീഗിന്റെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നത്. ഈ കോഴിക്കോട് ചരിത്ര പ്രസിദ്ധമായ ഈ ബീച്ചിലാണ്. ഈ ബീച്ചിലാണ് ആ സമ്മേളനം, ചരിത്ര പ്രസിദ്ധമായ സമ്മേളനം നടക്കാൻ പോകുന്നത്. ഒരുപാട് ചരിത്രങ്ങളുള്ള ഈ ബീച്ചിൽ ആ സമ്മേളനം ഒരു വലിയ സംഭവമാക്കി പ്രവാസികൾ എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാക്കി ഇവിടെ മാറ്റും. അതിന് യാതൊരു സംശയവുമില്ല. പ്രവാസികളുടെ അതിന്റെ പ്രകടനവും അതിന്റെ പൊതുയോഗവും അതേപോലെ പ്രവാസികൾ ഇവിടെ അണിനിരന്നുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ബമ്പിച്ച സമ്മേളനം തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിന്റെ മുൻപന്തിയായി അതിന്റെ പതാക യാത്ര തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നു, കൊടിമര യാത്ര കാസർഗോഡ് നിന്ന് പുറപ്പെടുന്നു. അതെല്ലാം ഇവിടെ വന്ന് സമാപിക്കുമ്പോൾ ഒരു വലിയ സംഭവമായി മാറാൻ പോവുകയാണ്. പ്രവാസികളെ നിഷേധിക്കപ്പെട്ട എല്ലാ ഗവൺമെന്റും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ കണ്ണു തുറന്നിട്ടില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ശരി, കേന്ദ്ര ഗവൺമെന്റ് ആയാലും ശരി, അത് കണ്ണു തുറന്നിട്ടില്ല. അത് കണ്ണു തുറക്കുന്നത് വരെ ഏതറ്റം വരെയും എവിടെയായാലും ശരി, ഇവിടുത്തെ സെക്രട്ടേറിയറ്റിലായാലും ശരി, സെക്രട്ടേറിയറ്റിന് മുന്നിലായാലും ശരി, അതല്ല നിയമസഭയുടെ മുന്നിലായാലും ശരി, അതല്ല പാർലമെന്റിന്റെ മുന്നിലായാലും ശരി, ഞങ്ങളുടെ അവകാശം, പ്രവാസികൾക്കുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ, ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ ചോരയും വറ്റുന്നതുവരെ പ്രവാസികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും. അതിന്റെ അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കും. അത് വാങ്ങിക്കൊടുത്തതിന്റെ ശേഷം മാത്രമേ പ്രവാസി ലീഗിന് ഇനി സമാധാനമുള്ളൂ, ഇനി ഇരിപ്പുള്ളൂ. അതുവരെ പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ്. വമ്പിച്ച
സമ്മേളനം മെയ് 4-5 5-ാം തീയതി പൊതുസമ്മേളനം നടക്കാൻ പോവുകയാണ്. ആ സമ്മേളനത്തിൽ എല്ലാ പ്രവാസികളും അണിനിരക്കണമെന്നും പ്രവാസികളല്ലാത്തവരും എല്ലാവരുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഇതിനുണ്ടാവണമെന്നും വമ്പിച്ച ഒരു സംഭവമാക്കി പ്രവാസികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്ന ഒരു സമ്മേളനമാക്കി ഈ സമ്മേളനത്തെ മാറ്റണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രവാസി ലീഗിന്റെ സമ്മേളനം മെയ് 5 നടക്കുന്ന വമ്പിച്ച ഈ പൊതുസമ്മേളനം വിജയിപ്പിക്കേണ്ട കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യൂത്ത് ലീഗിന്റെയും MSFന്റെയും മറ്റു മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയുടെയും ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം. അതുപോലെ തന്നെ മറ്റ് എല്ലാ പ്രവാസികളും ഇതിൽ സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മയാക്കിക്കൊണ്ട്, അതേപോലെ KMCC ഒരു വലിയ സംഭവമാണ്. ഞങ്ങളൊക്കെ KMCCയിൽ ഇന്നും ഉള്ളവരും KMCCയിൽ ഉണ്ടായിരുന്നവരുമൊക്കെയാണ്. അപ്പൊ KMCCയിലുള്ളവരൊക്കെ തന്നെ ഇതിന് വേണ്ടി ഇത് മാതൃകയാണ്, ഇത് അവർക്ക് കൂടി വരേണ്ടതാണ് എന്നുള്ള രൂപത്തിൽ KMCC ഇതിന് ഏറ്റവും വലിയ സഹായം ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അവരെ ഇതിന്റെ എല്ലാ പരിപാടിയിലേക്കും ആദരപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ മാനവതയുടെ ഔന്നത്യങ്ങൾ ജയിച്ചടക്കിയ സ്നേഹദൂതരായവരുടെ സംഗമവേദിയായ KMCC പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധി, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് KMCC സെൻട്രൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ജനാബ് ഇബ്രാഹിം കിളേറ്റിൽ ഞങ്ങൾക്കേറെ കരുത്തു പകരാൻ ഇതാ നമ്മോടൊപ്പം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാസി ലീഗിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പ്രവാസി ലീഗ് ഇറക്കുന്ന ഡോക്യുമെന്ററി എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്. കാരണം പ്രവാസി ലീഗ് എന്തിനു വേണ്ടി, എന്താണ് പ്രവാസി ലീഗിന്റെ പ്രവർത്തനങ്ങൾ എന്നതിനെക്കുറിച്ചാണ് ഈ ഡോക്യുമെന്ററിയിൽ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അത് വളരെയേറെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. പിന്നെ പ്രവാസി ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രവാസി ലീഗ് ഇന്ന് കേരളത്തിൽ മറ്റ് പ്രവാസി സംഘടനകളെ അപേക്ഷിച്ച് എല്ലാ കൊണ്ടും, എല്ലാ അർത്ഥത്തിലും, അംഗബലം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും മറ്റുള്ള സംഘടനകളെ അപേക്ഷിച്ച് ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. അതിന് പ്രത്യേകിച്ചുള്ള കാരണം പ്രവാസി ലീഗിന് ഇവിടെ നേതൃത്വം കൊടുക്കുന്ന, അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന സംസ്ഥാന തലങ്ങളിലുള്ള നേതാക്കന്മാർ, ഉദാഹരണത്തിന് മുഹമ്മദ് ഫൈസി ആയാലും CP ബാവഹാജി ആയാലും, അതുപോലെ അതിൻ്റെ ട്രഷററായ SV അബ്ദുള്ള സാഹിബ് ആയാലും, അതിൻ്റെ കീഴടങ്ങൾ ജില്ലാ കമ്മിറ്റികൾ, മണ്ഡല കമ്മിറ്റികൾ, പഞ്ചായത്ത് കമ്മിറ്റികൾ, ഇതിൻ്റെ ഒക്കെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ അവർ പ്രവാസികളുടെ നൊമ്പരങ്ങളും പ്രവാസികളുടെ പ്രയാസങ്ങളും പ്രവാസികളെക്കുറിച്ച് വളരെയേറെ മനസ്സിലാക്കിയവരും മാത്രമല്ല, ഗൾഫ് നാടുകളിൽ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ കേരള മുസ്ലിം കൾച്ചർ സെന്ററിന്റെ നേതൃസ്ഥാനത്ത് അതിന് നേതൃത്വം കൊടുത്ത എല്ലാ അർത്ഥത്തിലും എല്ലാ വിധത്തിലും അവർ കഴിവുള്ള ആളുകളാണ്. ഇന്ന് അവരുടെ കഴിഞ്ഞ ഗൾഫ് നാടുകളിലെ പ്രവാസ ലോകത്ത് ജീവിതം മതിയാക്കി നാട്ടിൽ വന്നപ്പോൾ ഇവിടെ പ്രവാസി ലീഗിന് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഗൾഫ് നാടുകളിൽ നിന്ന് തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് എന്തെല്ലാം വിധത്തിൽ അവർക്കുള്ള പ്രയാസങ്ങളെ ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യണം, അവർക്ക് ഏത് വിധത്തിലാണ് അവരെ സഹായിക്കേണ്ടത്, ഇത് തികച്ചും മനസ്സിലാക്കിയ ആളുകളാണ് ഇന്ന് കേരളത്തിലുള്ള പ്രവാസി ലീഗിന് നേതൃത്വം കൊടുക്കുന്നത്. പ്രവാസി ലീഗിന്റെ കേരളത്തിലുള്ള നേതാക്കന്മാർ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റ് ഗൾഫ് നാടുകളിലൊക്കെ, ഈ ഗൾഫ് നാടുകൾ ഇപ്പൊ UAE ആയാലും സൗദി ആയാലും ഖത്തർ, കുവൈത്ത്, ഒമാൻ, ആ സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിച്ച് താക്കും ഒക്കെ ചെന്ന നേതാക്കന്മാരാണ്. അപ്പൊ അവരുടെ മുമ്പിൽ എനിക്ക് വെക്കാനുള്ള നിർദ്ദേശം, അതായത് UAE കേരള മുസ്ലിം കൾച്ചർ സെന്ററിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് എനിക്ക് വെക്കാനുള്ള കാര്യങ്ങൾ, ഇവിടെ നാട്ടിലുള്ള വെറുമൊരു പ്രവാസി മാത്രമല്ല, ഈ താഴെക്കിടയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പട്ടിണി പാവങ്ങളായിരിക്കുന്ന, എല്ലാം കൊണ്ടും വീടില്ലാത്തവര്, അങ്ങനെയുള്ള ജീവകാരുണ്യ രംഗത്ത് നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു വേദിയാക്കി പ്രവാസി ലീഗിനെ നിങ്ങൾ മാറ്റേണ്ടതുണ്ട്. അതിന് നിങ്ങളോടൊപ്പം
കേരള മുസ്ലിം കൾച്ചർ സെന്ററും കൈകോർത്ത് നിങ്ങളുടെ കൂടെ സാന്നിധ്യത്തിൽ ഇന്ന് കേരളത്തിൽ KMCC നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ മുഖേന നടത്താനുള്ള ഒരു സംവിധാനം UAE-യിലുള്ള KMCC അതിന് തയ്യാറാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മറ്റ് ഗൾഫ് നാടുകളിലുള്ള KMCC-യും ഇതുപോലെ പ്രവാസി ലീഗുമായി സഹകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാരുണ്യ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ചെയ്യാൻ അവരും തയ്യാറാണ്. ഇതിനൊക്കെ പുറമെ മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടന എന്നുള്ള നിലയ്ക്ക് KMCC ആണെങ്കിലും പ്രവാസി ലീഗ് ആണെങ്കിലും മറ്റ് പോഷക സംഘടനകളൊക്കെ അതിനൊക്കെ നേതൃത്വത്തിൽ അവര് നേതൃത്വം നൽകാൻ വേണ്ടി സംസ്ഥാന മുസ്ലിം ലീഗ് ഓരോ വ്യക്തികളെ നേതാക്കന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിലും നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മഞ്ഞളാംകുഴി പ്രവാസി ലീഗിന്റെ കാര്യങ്ങൾ നോക്കുന്ന, അതിനെ ശ്രദ്ധിക്കുന്ന, അതിന്റെ ചുമതലയുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ മഞ്ഞളാംകുഴി അലിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. അയാളുടെ ആദ്യകാലം സൗദിയിലും പിന്നീട് വർഷങ്ങളോളം ദുബായിലും പ്രവാസികൾക്കിടയിൽ പ്രവർത്തിച്ച് ആ പ്രവാസികളുടെ നൊമ്പരങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രവാസി ലീഗ് ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ ഒരു വെൽഫെയർ സ്കീം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുകയും അതിനോടനുബന്ധിച്ച് കുറെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ UAE-യിലും ഖത്തറിലൊക്കെ വെൽഫെയർ സ്കീം നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലുള്ള ഒരു മെസ്സേജ് ഞങ്ങൾ 2009 വർഷം മുമ്പാണ് ദുബായിൽ ഒരു വെൽഫെയർ സ്കീം നടപ്പിലാക്കിയത്. ആ വെൽഫെയർ സ്കീമിൽ ഞങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഒരു വ്യക്തിക്ക് അവർ മരണപ്പെട്ടാൽ 4 ലക്ഷം രൂപയായിരുന്നു കൊടുക്കാൻ തീരുമാനിച്ചത്. പിന്നീട് അത് 5 ലക്ഷമാക്കി. ഈ 5 ലക്ഷമാക്കിയപ്പം ആദ്യം മരണപ്പെട്ട ഒരു കുടുംബത്തിന്, ഒരു വ്യക്തിയുടെ കുടുംബത്തിന് ഞങ്ങൾ കൊടുക്കുന്ന ആ 5 ലക്ഷം രൂപ അതൊരു ചെറിയ കാര്യമല്ല. അവരുടെ കുടുംബത്തിലുള്ള